തീർത്ത സിദ്ധുവിൻ്റെ ഊമക്കുയി നീരവിൻ്റെ തുമ്പി ആരാണെന്നറിയോ? തീർത്ത ചോദിച്ചതിൽ കാത്തിയെ നോക്കി. നീള. നിളയോ? അതെ, അന്ന് ശരത്തിൻ്റെ വീട്ടിൽ ഹോസ്പിറ്റലിൽ നിന്ന് നിളയൊക്കെ കൊണ്ടുപോകാൻ പോയ അന്ന് വെറുതെ ശരത്തിനോട് നിളയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞതാ ഒരാങ്ങളുണ്ടെന്നും പേര് നീരവാണെന്നൊക്കെ. ഞാൻ ഫോണിലൂടെ നീരവിൻ്റെ ഫോട്ടോ കാണിച്ചപ്പോൾ എങ്ങനെ അറിയുന്ന ശരത്ത് ചോദിച്ചത്. ഒരു നിമിഷം ഞാനാകെ തകർന്നു പോയി. നീരവിൻ്റെ തുമ്പിയാണോ നീ അവസ്ഥയിൽ സിദ്ധുവിൻ്റെ ഗർഭവും പേറി? ഒരിക്കൽ പോലും നീരവ് നിലയെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കിയിട്ടില്ലെന്ന്. എങ്കിലും മാസത്തിലൊന്ന് പോകും, വെറുതെ ചെയ്യില്ല. തുണ്ടുകടലാസിൽ എഴുതിയ വിശേഷങ്ങൾ അവിടുത്തെ വാർഡനെ ഏൽപ്പിച്ചു വരും. കല്യാണം കഴിഞ്ഞ ശരത്തിൻ്റെ അമ്മ അവളെ വീട്ടിലായിരുന്നത്. അവർക്കും ആകെ ഉണ്ടായിരുന്ന വീടും സ്ഥലവും വരെ ആ തള്ള വിളിപ്പിച്ചെന്ന് ശരത്ത് പറയുമ്പോഴാണ് അറിയുന്നത് നീരവ് ജയിലില്ല എന്ന് അവൻ്റെ അച്ഛൻ തളർന്നു വീണു പോയിരുന്നു. വിഷമത്തോടെ പറയുന്ന കാത്തിയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ തീർത്ഥയുടെയും കണ്ണുകൾ നിറഞ്ഞു. നീരവ് വരുമ്പോൾ ചോദിക്കില്ലേ, നീയൊക്കെ ഉണ്ടായിട്ടും എൻ്റെ പെങ്ങൾക്ക് ഈ അവസ്ഥ വന്നില്ലേ എന്ന്? പോരാത്തീന്ന് ഞാൻ കാണുന്ന സ്വപ്നമെല്ലാം സിദ്ധോൻ്റെ ഊമക്കുയിലിനെ കാണുമെന്ന് പറഞ്ഞ് മദ്യപിച്ച് ബഹളം വെക്കുന്നതാ. പേടിയാ തീർത്തു. അവൻ പ്രണയിച്ച അവൻ്റെ പ്രണയമാണ് നിള എന്ന് അറിയുമ്പോൾ അവൻ്റെ സമീപനം എന്താകും? അവൾ ഇന്ന് മറ്റൊരാളുടെ ഭാര്യയാണ്. അതുപോലെ നീരവ് വന്ന് കഴിയുമ്പോൾ അവളെ ചതിച്ച് ആരെയും വെറുതെ വിടില്ല. അവൻ്റെ പെങ്ങളാണ് നിളയെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ലായിരുന്നു. ഇപ്പം ഈ IVF എന്ന ബുദ്ധി പോലും എൻ്റെയാണെന്നത് നെഞ്ച് നീറുവാടി. തീർത്ഥയുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൾ കാർത്തിയുടെ തോളിൽ കൈവച്ചു. ഒരു ആശ്വാസത്തിന് അവൻ അവളുടെ കയ്യിൽ ചേർത്ത് പിടിച്ചു. കാർ ശ്രീനിലയത്തിൻ്റെ ഗേറ്റ് കടന്ന് ചെന്നപ്പോഴേ കേട്ടു വീടിനുള്ളിൽ സിദ്ധുവിൻ്റെ ശബ്ദമുയരുന്നത്. കാർത്തിയും തീർത്ഥയും പരസ്പരം നോക്കി വേഗം കാറിൽ നിന്ന് ഇറങ്ങി അകത്തേക്ക് കയറി. കാലുകൾക്കൊപ്പം മനസ്സിനും വേഗത ഏറിയിരുന്നു. അല്ലെങ്കിൽ സിദ്ധുവിന് ദേഷ്യം വന്നാൽ ഒന്നുകിൽ താൻ വേണം, അല്ലെങ്കിൽ രവിയങ്കിൾ വേണം. അങ്കിളിന് അവൻ ജീവനായിരുന്നു. അച്ഛൻ്റെ സ്ഥാനം അങ്കിൾ വന്നതോടെ അവൻ മിണ്ടാറില്ല. പക്ഷേ രവിയങ്കിൾ ശാസനയോടൊന്ന് വിളിച്ചാൽ നിശബ്ദനാകും. സിദ്ധു! കാർത്തിയുടെ വിളി കേട്ട് സിദ്ധുവും ഐശ്വര്യയും കാർത്തിയെ നോക്കി. പുറകെ തീർത്ഥയും ഓടി വന്നിരുന്നു. ദേവമ്മയും ഐശ്വര്യയുടെ അമ്മയും കാണികളെപ്പോലെ ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുവാണ്. കയ്യിലുണ്ടായിരുന്ന ലാപ്പടങ്ങിയ ബാഗ് സെറ്റിയിലേക്ക് കാർത്തി വെച്ചു. തീർത്ത കാറിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന കാർത്തിയുടെ കോട്ടും അവളുടെ ബാഗും സെറ്റിയിലെ മറു സൈഡിൽ വെച്ചു. എന്തുവാ ഇവിടെ പോരുകോഴികളെ കണക്ക്? നാണല്ലേ? ഞാനൊന്നിനും പോയില്ല. ഇവനാ? നിർത്തടി, അല്ലെങ്കിലും ഒരു കൈ കൊണ്ട് കൂട്ടിയ ശബ്ദം കേൾക്കില്ല. രണ്ടും കൈ തമ്മിൽ കൂട്ടിയടിച്ചാലേ ശബ്ദം കേൾക്കൂ. എന്താടാ ഇത്? നെറ്റി തടവി നിൽക്കുന്ന സിദ്ധുവിനോട് സൗമ്യമായി തോളിൽ കൈവച്ച് ചോദിച്ചു. ഡാ, ഞാൻ ഈ ഡിവോഴ്സ് പെറ്റീഷനിൽ സൈൻ ചെയ്യാൻ പറഞ്ഞേ ഉള്ളൂ. ഈ നായിൻ്റെ മോളൊന്നും പറ്റില്ലെന്ന് ഇവള് സമ്മതിച്ചല്ലേ? എന്നിട്ടിപ്പോൾ കുറെ ഫോട്ടോസ് കാണിച്ച് പേടിപ്പിക്കുന്നു. എന്ത് ഫോട്ടോസ്? എന്താ ഐശ്വര്യ? കാർത്തി ഐശ്വര്യയോട് ചോദിച്ചു. അവൾ ഫോണെടുത്ത് ഓണാക്കിയിട്ട് ആ ഫോട്ടോസ് അവനെ നേരെ കാണിച്ചു. കാർത്തിക്ക് പിന്നിൽ നിന്ന് തീർത്ഥയും അതിലേക്ക് നോക്കി. അതിന് ഇത് ഞാനും. തീർത്ത വേണ്ട. കാർത്തി കൈ ഉയർത്തി അവളെ തടഞ്ഞു. അപ്പോൾ നീ പെറ്റീഷനിൽ സൈൻ ചെയ്യില്ലല്ലേ? സിദ്ധുവിൻ്റെ കയ്യിൽ നിന്നും പേപ്പേഴ്സ് മേടിച്ചുകൊണ്ട് കാർത്തി പറഞ്ഞു. ഇല്ല ഇല്ല ഇല്ല. അത് പറഞ്ഞു തീർന്നത് കാർത്തിയുടെ കൈ ഐശ്വര്യയുടെ കവളിൽ ഉയർന്നതായിരുന്നു. ഓപ്പറടി പുന്നാര മോളെ. ടേബിളിലേക്ക് ആ പേപ്പർ ഇട്ടുകൊണ്ട് കാർത്തി കടുത്ത ശബ്ദത്തിൽ പറഞ്ഞു. ചുറ്റും നിന്നവർ പേടിച്ച് കാർത്തിയെ നോക്കി. മനസ്സിൽ കൊണ്ടു നടക്കുന്ന ടെൻഷനെല്ലാം കൂടി അവൻ ഉറഞ്ഞു തുള്ളി. ഐശ്വര്യ, നീ പറഞ്ഞ ആവശ്യം അംഗീകരിച്ച ഈ പെറ്റീഷനിൽ സൈൻ ചെയ്യാമെന്ന് പറഞ്ഞതല്ലേ? കുഞ്ഞ് എന്ന ആവശ്യം നടന്നു. അപ്പോൾ ഇവൻ്റെ ആവശ്യം ന്യായമല്ലേ? അതുകൊണ്ട് വേഗം സൈൻ ചെയ്തേക്ക്. സൗമ്യതയോടെ കാർത്തി പറഞ്ഞു. അതിന് കുഞ്ഞ് ജനിച്ചില്ലല്ലോ. ജനിക്കും, എൻ്റെ കുഞ്ഞ് ജനിക്കും. സിദ്ധു എൻ്റെ കുഞ്ഞെന്ന് പറയുന്നത് മാത്രം ഐശ്വര്യ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ടു. അതിനുവേണ്ടി തലച്ചോറ് പ്രവർത്തിക്കുന്നു എന്ന പോലെ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് തന്നെ കുരുട്ട് ബുദ്ധി പ്രവർത്തിച്ചു. ഇപ്പോൾ ഞാൻ സൈൻ ചെയ്യും സിദ്ധു, പക്ഷേ നീ എന്നിലേക്ക് വരും. മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവൾ വേഗം സൈൻ ചെയ്ത പേപ്പർ സിദ്ധുവിനെ നേരെ നീട്ടി. അവളെ ഒന്ന് നോക്കാത്തൊരു പൂച്ചത്തോടെ അവൻ ആ പേപ്പർ വാങ്ങി. ഐശ്വര്യ വേഗം തിരിഞ്ഞു പോകാൻ തുടങ്ങിയതും കാർത്തി പിടിച്ചു. ഒന്ന് നിന്നേ. അവൾ അവൻ്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നിന്നു. നിനക്കിവിടെ നിൽക്കാം. എൻ്റെ സിദ്ധുവിൻ്റെ കുഞ്ഞ് പുറത്ത് വരുന്നത് വരെ നിനക്ക് മാത്രം. അത് ഐശ്വര്യയുടെ അമ്മയെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ ലാപ്പും പൂട്ടും തീർത്തി ഒന്ന് കണ്ണു ചിമ്മി കാണിച്ചിട്ട് സ്റ്റെയർ കയറി മുകളിലേക്ക് പോയി. സിദ്ധുവും ഒപ്പം പോയി. അമ്മക്കുട്ടി പേടിച്ചോ? അടുക്കളയിലേക്ക് പോയ ദേവമ്മയുടെ തോളിലൂടെ കൈയിട്ട് കവളിൽ പിച്ച് തീർത്ത ചോദിച്ചു. ഇതൊന്നും കണ്ട് പേടിക്കണ്ട, ഏട്ടൻ അങ്ങനെയല്ലേ? അല്ല, അച്ഛനെവിടെ? ഇവിടെ ഇല്ലെന്ന് മനസ്സിലായി. അമ്മ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? മുഖം വെറുപ്പിച്ച് വെച്ചിരിക്കുന്ന ദേവമ്മയോട് അവളൊന്ന് ചെണുങ്ങിക്കൊണ്ട് ചോദിച്ചു. അച്ഛൻ പുറത്ത് പോയി, നീ ഫ്രഷായി വാ പെണ്ണേ. അവൾ സ്ലേബിലേക്ക് കയറിയിരുന്നു. ജാനമ്മ പൊരിച്ചെടുക്കുന്ന പഴംപൊരിയിൽ നിന്നും ഒന്നെടുത്ത് ചൂട് കാരണം തിരിച്ചിട്ട് കൈയൂതി. പിന്നെയും മൂതിയൂതി ഒന്നിട്ട് കഴിക്കാൻ തുടങ്ങി. അമ്മേ, അമ്മക്ക് നിളയെ കാണണ്ടേ? ഞാനിന്ന് കണ്ടു. ആ, മോളിന്ന് കണ്ടോ? ക്ഷീണുണ്ടോ? ആകാംക്ഷയോട് അരിഞ്ഞുകൊണ്ടിരുന്ന പച്ചക്കറി മാറ്റി വെച്ച് ദേവം അവളുടെ അടുത്തേക്ക് എഴുന്നേറ്റ് വന്നു. കണ്ടമ്മ, എന്നാ സുന്ദരിയാണെന്ന് അറിയോ? ഒരുപാട് തലമുടിയൊക്കെ ഉണ്ട്. ഉണ്ട കണ്ണ, ചെറിയ ചുണ്ട്, നീണ്ട മൂക്ക്. അതല്ലമ്മേ, എന്നെ കണ്ടതോ ആൾ തിരിച്ചറിഞ്ഞു. കണ്ണ് കണ്ട് മനസ്സിലായതാണെന്ന്. ആ, നിങ്ങൾക്ക് രണ്ടിനും മാധവേണ്ട വെള്ളാരം കണ്ണുകളാ. സാരി തലപ്പിൽ മുഖം തുടിച്ച് അവർ പറഞ്ഞു. അയ്യേ, ദേ ജാനമ്മ ദേവൂട്ടി കരയുന്നു. അച്ഛന് ഓർമ്മ വന്നോ?
പുറകിലൂടെ പോയി ദേവമ്മയെ പുണർന്നുകൊണ്ട് അവൾ പറഞ്ഞു. അതിന് ജാനും ഒന്ന് ചിരിച്ചു. പോടി കുറുമ്പി. ദേവമ്മ എഴുന്നേറ്റ് തുറച്ചുകൊണ്ട് പറഞ്ഞു. അമ്മേ, നിള ശരിക്കും ആരാന്ന് അറിയോ? അവരാരാണെന്നുള്ള ഭാവത്തിൽ അവളെ നോക്കി. നിളയാണമ്മ, ഏട്ടൻ പി ജിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്നേഹിച്ച് ഏട്ടൻ്റെ ഊമക്കുയിൽ. മോളെ, അതെ അമ്മേ, പക്ഷേ ഏട്ടനറിയില്ല, കാർത്തിയേട്ടൻ പറഞ്ഞതാ. അതെ, ഇനി അതോർത്ത് അമ്മ കൂട്ടി ഇരിക്കണ്ട, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. അവൾ ഹാളിൽ ചെന്ന് ബാഗും എടുത്ത് നേരെ റൂമിലേക്ക് പോയി. റൂമിൽ ചെന്നപ്പോഴാണ് എന്തോ ആലോചിച്ച് കാർത്തിയുടെ റൂമിലേക്ക് പോയത്. കാർത്തിയുടെ റൂമിൽ ചാരിയിട്ടിരുന്ന റൂം തുറന്ന് അകത്തേക്ക് കയറി. എവിടെ പോയി? വാഷ്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ കുളിക്കുവാണെന്ന് മനസ്സിലായി. പിന്നെ ബെഡിലേക്ക് ഇരുന്നു. കാർത്തി കുളി കഴിഞ്ഞ് ടവലും കൊടുത്തൊരു ടവല് പുറത്തോടെ വൃത്തിയിട്ടിട്ട് അതിൻ്റെ അറ്റം കൊണ്ട് തല തോർത്തി ഇറങ്ങി വന്നു. ബെഡിൽ താടിക്ക് കൈകുത്തിയിരുന്ന് എന്തോ കാര്യമായ ആലോചനയാണ് തീർത്ത. ഡേയ്, നീ എന്താ ഡ്രസ്സ് പോലും മാറാതെ? ഒരു സംശയം കൂടി ഉണ്ട് കാർത്തിയേട്ടാ. അവനൊന്ന് നെറ്റിച്ചുടിച്ചു. എന്താടി? അതെ, ഈ നീലവേട്ടൻ നിങ്ങളെക്കാൾ ഇളയതാണോ? എന്താ? അല്ല, നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് 2 വർഷം LLBക്ക് പോയില്ലേ, എന്നിട്ടല്ലേ പി ജിക്ക് പോയത്? അപ്പോൾ HVക്ക് നിങ്ങളുടെ പ്രായമല്ലേ? അപ്പോൾ നീലവേട്ടൻ നിങ്ങളെക്കാൾ ഇളയതല്ലേ? എൻ്റെ തീർത്തു, നിന്റെ ഈ തല ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുവോ? പുറത്ത് കിടന്നിട്ട് അവൽ വിരിച്ചിട്ട് കൊണ്ട് ചോദിച്ചു. പാറ കാത്തിയേട്ടാ. ഡേയ്, അവൻ ഡിഗ്രി കഴിഞ്ഞ് 2 വർഷം അതേ ഫിനാൻസിൽ ജോലി ചെയ്തു, പിന്നെ പി ജിക്ക് ചേർന്നത്. ഓ, സമാധാനം. എങ്കിൽ പോയി കുളിക്കട്ടെ. അവൾ ഇറങ്ങിപ്പോകാൻ തുടങ്ങിയതും കാത്തി അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അടുത്തോട് നിർത്തി മിഴികളിൽ തന്നെ നോക്കി. അല്ല, എൻ്റെ കൊച്ചി ഇത്രയും ആലോചിച്ച് തല പൊകിച്ചതല്ലേ, അതിനെന്തെങ്കിലും തരണ്ടേ? ഓ, വെറുതെ കൊതിപ്പിക്കല്ലേ. എപ്പം ഞാനൊന്ന് അടുത്തിരുന്നാലും എല്ലാവരും കാണും നീ പോയെന്നല്ലേ പറയാറ്. അവൾ ചുണ്ട് കൂർപ്പിച്ച് പറയുന്നത് കണ്ട് പുഞ്ചിരിയോടെ അവനവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു. പിടിക്കണ്ട, മുഴുവൻ വിയർപ്പാ. എന്നാൽ ഈ വിയർപ്പിനിൽ അലിഞ്ഞു ചേരാനുള്ളതല്ലേ? അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. ചോര തൊട്ടെടുക്കാൻ പാകത്തിനായല്ലോ പെണ്ണെ, പോവിടുന്ന്. അവനെ തള്ളി മാറ്റി പുറത്തേക്ക് ഓടിയവൻ. ഡേയ്, അവൾ ഓടിപ്പോകുന്നത് നോക്കി വാതിൽക്കിലേക്ക് ചെന്ന് വിളിച്ചവൻ മീശ തടവി അകത്തേക്ക് കയറി ഡ്രസ്സ് മാറി താഴേക്ക് പോയി ഫുഡ് കഴിക്കാനിരുന്നു. സിദ്ധു. കാർത്തിയുടെ വിളി കേട്ട് സിദ്ധു തലയിട്ട് നോക്കി. ഐശ്വര്യ എന്തോ മനസ്സിൽ കണ്ടുകൊണ്ടാ സൈൻ ചെയ്ത് തന്നത്. അതൊക്കെ മനസ്സിലായടാ, നോക്കാം എവിടെ വരെ പോകുന്നു പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് കൈ കഴുകാൻ പോയവൻ. അങ്കിൾ വന്നു തീർത്തു. വന്നു കാത്തിയേട്ടാ. കഴിച്ച ബാത്റൂം എടുത്ത് കിച്ചണിലേക്ക് നടന്നവൾ പറഞ്ഞു. ഗുഡ് നൈറ്റ് കാത്തി. സ്റ്റെയർ കയറിക്കൊണ്ട് സിദ്ധു പറഞ്ഞ് റൂമിലേക്ക് പോയി ഹെഡ് ബോർഡിൽ തലവെച്ച് മൊബൈലിൽ പാട്ട് വെച്ച് കിടന്നു. ഏതോ രാത്രി മഴ മൂളി വരും പാട്ട്, പണ്ടേ പണ്ടു തൊട്ടെന്നുള്ളിലുള്ള പാട്ട്, എന്നും ചായുറക്കി പാടിത്തരും പാട്ട്, ഓരോരോർമകളിലോടിയെത്തും പാട്ട്. വാതിൽ പതിയെ തുറന്ന് അകത്തേക്ക് കയറി രവിശങ്കർ ഉറങ്ങിയെന്ന് മനസ്സിലായ സിദ്ധുവിനെ കുറച്ചു നേരം നോക്കുന്നു. പിന്നെ അവൻ്റെ അടുത്തിരുന്ന ഫോൺ ഓഫാക്കി ടേബിളിൽ വെച്ചു. സിദ്ധുവിൻ്റെ തലതാഴ്ത്തി പില്ലോയിൽ വെച്ച് നെറുകയിൽ തലോടി എഴുന്നേറ്റ് ബ്ലാങ്കറ്റ് പുതപ്പിച്ച് AC അഡ്ജസ്റ്റ് ചെയ്ത് ഡോറ് ചാരി ഇടാൻ നേരവും സിദ്ധുവിനെ നോക്കി നിന്നു. പിന്നെ ഡോറ് ചാരി പുറത്തേക്ക് പോയി. സിദ്ധു ഒന്ന് കണ്ണു തുറന്ന് വാതിക്കിലേക്ക് നോക്കി. അല്ലേലും ഇത് പതിവാണ്. സിദ്ധു ഉറക്കം നടിച്ച് കിടക്കും. ഉറങ്ങിയെന്ന് അറിയുമ്പോൾ രവിശങ്കർ ഒന്നും കാണാൻ വരും. പതിയെ കണ്ണുകടച്ച് മയക്കത്തിലേക്ക് വീണു. സ്വർണ്ണപാദസരമായിട്ട് 2 പാദങ്ങൾ ദാവടുത്തുമ്പ് ഉയർത്തിപ്പിടിച്ച് തിരിഞ്ഞു നോക്കി ചിരിച്ചു കൊണ്ട് ഓടുന്നു. ഊമക്കുയിലേ, നിൽക്ക്, എവിടെയും വീഴും. വീണാൽ നമ്മുടെ മോൾക്ക് വേദനയ്ക്കില്ലേ? അവളെ പിടിക്കാൻ കൈ നീട്ടി ഓടുന്നതിനിടയിൽ സിദ്ധു ഇതെല്ലാം വിളിച്ച് പറയുന്നുണ്ട്. നിൽക്കടി അവിടെ. അവളുടെ കയ്യിൽ പിടിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തിയവൻ. ദേ, എൻ്റെ മക്കൾ വിടണമെന്ന് ഞാൻ നോക്കില്ലട്ടോ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. അവളൊന്ന് പൊള്ളിപ്പിടുന്നു. എന്താ പെണ്ണേത്? പിള്ളേർ 2 വരാൻ പോവുക. എന്നിട്ട് നിന്റെ ഇക്കിളി മാറിയില്ല ഇതുവരെ? പെട്ടെന്ന് അവൾ അവനെ തള്ളി മാറ്റി ഓടി. ഓടല്ലേ പെണ്ണെ, ഇനി ഞാൻ പിടിച്ച് കെട്ടിയിടുവേ. പെട്ടെന്ന് അവൾ അവൻ്റെ മുന്നിൽ നിന്ന് ദൂരേക്ക് മാഞ്ഞു പോയി. പോകല്ലേ പെണ്ണെ. ഊമക്കുയിലേ. ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് സിദ്ധു AC-യുടെ തണുപ്പിലും വെട്ടി വീർത്തു. ബ്ലാങ്കറ്റ് നീക്കിയവൻ തലമുടി പിന്നിലേക്ക് ഒതുക്കി. ജഗ്ഗിൽ നോക്കി വെള്ളമില്ല. നേരെ കിച്ചണിലേക്ക് പോയി. ഹാളിലെ വെട്ടം കണ്ടപ്പോൾ മനസ്സിലായി കാത്തിയാകുന്നു. സെറ്റിയിലിരുന്ന് കാല് ചെറിയ ടേബിളിൽ ഉയർത്തി വെച്ച് ലാപ്പ് മടിയിൽ വെച്ച് എന്താ ജോലിയിലാണ്. നീ ഉറങ്ങിയില്ലേ? ഇല്ലടാ, ഞാൻ ആ മറ്റന്നാളത്തെ പ്രോജക്റ്റിനെ ഒന്നുകൂടി നോക്കുമായിരുന്നു. ലാപ്പിൽ നിന്ന് കണ്ണെടുത്ത് സിദ്ധുവിനെ നോക്കി പറഞ്ഞു. അല്ല, നീ ഉറങ്ങിയില്ലേ? ഉറങ്ങിയതാ. പിന്നെന്ത് പറ്റി? കിച്ചണിലേക്ക് പോയ സിദ്ധുവിനെ നോക്കി ചോദിച്ചു. വെള്ളം കുടിച്ചുകൊണ്ട് സിദ്ധു കാത്തിയുടെ അടുത്ത് വന്നിരുന്നു. എന്തോ ആലോചനയിലാണ് സിദ്ധു എന്ന് മനസ്സിലായതും കാത്തി ലാപ്പ് താഴെ വെച്ച് സിദ്ധുവിൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്ന് തോളി കൈവച്ചു. എന്താടാ, എന്ത് പറ്റി? വല്ല സ്വപ്നവും കണ്ടോ നീ? ഡാ, ഞാൻ കണ്ട സ്വപ്നം എൻ്റെ ഊമക്കുലിനെ കുറിച്ചാണ്. കാത്തി സിദ്ധുവിൻ്റെ തോളിൽ നിന്നും കൈ അയച്ചു. ഡാ, അവളെൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് എൻ്റെ അരികിൽ നിന്ന് ഇങ്ങോട്ട് പോയി. സിദ്ധു, അതേടാ, അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു. മക്കളെന്ന് ഞാൻ പറഞ്ഞത് ഇരട്ട കുട്ടികളാണെന്ന് തോന്നുന്നു. പക്ഷേ അവളുടെ മുഖം വ്യക്തമല്ല, ഒരു മിന്നായം പോലെ കണ്ടു.
കാർത്തി ശ്വാസം പോലും വിടാൻ മറന്ന് അവനെ കേട്ടിരുന്നു. ആരാണെന്ന് അറിയാൻ അവൻ്റെ ഹൃദയമിടിപ്പ് ഉയർന്നു. ഞാൻ മിന്നായം പോലെ കണ്ട മുഖം ആരുടേതാണെന്ന് അറിയൂ? നിളയുടെ. ഒരുപക്ഷെ എൻ്റെ ഊമക്കുയിലിനെ പോലെ നിളയിൽ സംസാരിക്കാതെ കൊണ്ടായിരിക്കും അല്ലേ? നീ കിടന്നുറങ്ങിപ്പോയി. അതൊക്കെ സ്വപ്നല്ലേ? ലാപ്പ് അടച്ചു വെച്ച് പരിഭ്രമം മറച്ചു വെച്ചുകൊണ്ട് കാർത്തി പറഞ്ഞു. രണ്ടുപേരും അവൻ്റെ റൂമിലേക്ക് പോയി. സിന്ധുവിന് ഉറങ്ങാനേ കഴിഞ്ഞില്ല. കാർത്തിക്കും കുറച്ച് ദിവസമായി തൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട്. ഇന്ന് സിന്ധുവിന് ലീവാണെന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. നിളവേഗം ടെക്സ്റ്റൈൽസിലേക്ക് കയറി. എന്നും താനും സിന്ധുവുമാണ് നേരത്തെ വരാറ്. തനിക്ക് ഈ ബസ്സില്ലെങ്കിൽ പിന്നെ ഒരുപാട് താമസിക്കും. അതുകൊണ്ട് മറ്റ് സ്റ്റാഫുകൾ വരുന്നതിലും അരമണിക്കൂർ നേരത്തെ വരും. സെൽവം അയാൾ നേരത്തെ ഷോപ്പ് തുറക്കും. അയാളെ പേടിച്ചിട്ടാണ് സിന്ധു ചേച്ചി നേരത്തെ തനിക്ക് കൂട്ടുവരുന്നത്. ഇന്ന് ലീവ് എടുക്കാൻ ചേച്ചി ആകുന്നത് പറഞ്ഞതാണ്. പക്ഷെ കഴിഞ്ഞ മാസം 5000 രൂപ മേടിച്ചായിരുന്നു ശരത്തേട്ടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അത് കൊടുക്കണം. ഞാൻ മേടിച്ചതായത് കൊണ്ട് തന്നെ ഞാൻ തന്നെ കൊടുക്കണം. എവിടുന്ന് കിട്ടിയെന്ന് ആരും ചോദിക്കില്ല. കിട്ടിയ വാങ്ങി വെക്കും. ഏമാ നിള, എന്നെ യോസന. മുന്നിൽ വന്നു നിന്ന് സെൽവത്തിന് ശബ്ദം കേട്ട് ഞെട്ടി മുഖമൊഴിട്ട് നോക്കി. തന്നെ ചുഴിൽ നോക്കി വശലം ചിരിയോടെ നിൽക്കുന്നു. എന്നാച്ചമ്മ ഉൻ ഫ്രണ്ട് ലീവാച്ചാ? അവൾ അയാൾ പറയുന്നത് കേൾക്കാതെ കുറച്ച് മാറി നിന്ന് നിരന്ന് കിടന്ന തുണിയൊക്കെ മടക്കി വെക്കാൻ തുടങ്ങി. ஏம்மா உனக்கு என்ன கண்ணுக்கு பிடிக்காதா? உனக்கு தெரியுமா உன் அழகை பார்த்து நினைச்சாலே தூக்கமே போயிடும். என் கூட வரையா ராசாத்தி மாதிரி பார்த்துருப்பே. അവൾ വിരലുകൾ കൊണ്ട് കൈയെടുത്ത് ഓരോന്ന് പറഞ്ഞു. നീ എന്നാ പേസിതെന്ന് എനിക്ക് തെറിയാതെ. അവൾ അവിടെ കിടന്നൊരു ബുക്കും പേനയെടുത്ത് എഴുതി കാണിച്ചു. മലയാളം വായിക്കാൻ അയാൾക്കും അറിയാം. ഇപ്പൊ തന്നെ 3 ഭാര്യമാരില്ലേ? അവൾക്ക് ഉണ്ണഴകില്ലേ? അവൾ കൈകൊണ്ട് പോയെന്ന് കാണിച്ച് പല്ല് കടിച്ച് നീങ്ങി നിന്നു. ഡേയ് എന്നാടി ഉനക്ക് മേലെ പുച്ഛമാ? അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവൾ മാറി നിന്നു. പേസടി പേസ്. നീ പേസമാട്ടേ, നീ ഊമയാർക്കല്ലേ? കളിയാക്കിക്കൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് ബലമായി വലിച്ചുകൊണ്ട് അകത്തേക്ക് പോകാൻ നോക്കി. അവൾ അവൻ്റെ കയ്യിൽ അടിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് പുറത്തെ ശക്തമായ കാലുകളുടെ പ്രഹരത്താൽ സെൽവം തെറിച്ചുപോയി. അയാൾ അവളുടെ കയ്യിൽ പിടിച്ചത് കൊണ്ട് അവളും താഴേക്ക് വീഴാൻ തുടങ്ങി. കണ്ണുകൾ മുറുകെ അടച്ച് വയറിൽ കൈ താങ്ങി പിടിച്ച് താഴേക്ക് വീഴുന്നതിന് മുമ്പേ ഒരു കൈ വന്ന് തന്നെ ചുറ്റിപ്പിടിച്ചിരുന്നു. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് വന്ന സെൽവം അവനെ ചവിട്ടി. അവളെയും കൊണ്ട് അവൻ നിലത്തേക്ക് വീഴുമ്പോഴും അവളുടെ കണ്ണുകൾ മുറുകെ അടഞ്ഞിരുന്നു. അവൻ്റെ മുകളിലായി വീണ് അവളുടെ മുഖം അവൻ്റെ മുഖവുമായി ഉരസി ചുണ്ടുകൾ അവൻ്റെ കവളിൽ പതിച്ചു. അവൻ്റെയും മിഴികൾ വിടർന്നു. ശരീരത്തിലൂടെ ഒരു തരിപ്പ് കടന്നുപോയത് അവൻ അറിഞ്ഞു. യാരടാ നീ? സെൽവത്തിൻ്റെ അലർച്ച കേട്ടാണ് അവൾ കണ്ണുകൾ തുറന്നത്. കൂമ്പിയടഞ്ഞ നനവാർന്ന കണ്ണുകൾ മെല്ലെ തുറക്കുന്നത് അവൻ കൗതുകപൂർവ്വം നോക്കി. മുന്നിൽ കിടക്കുന്നവനെ കണ്ട് തെല്ലൊരു പരിഭ്രമത്തോട് അവൾ ചാടി എഴുന്നേറ്റു. പെട്ടെന്ന് അവനും എഴുന്നേറ്റ് അവളെ നോക്കി. തലതാഴ്ത്തി നിൽക്കുവാണ് അവൾ. മുന്നിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന സെൽവത്തിനെ കണ്ട് സകല ഞരമ്പുകളും മുറുകുന്നത് അവൻ അറിഞ്ഞു. യാരടാ നീ? സിദ്ധാർത്ഥ് മാധവ്.